ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനിപ്പൂവിൻ്റെ ഇന്നത്തെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് കാർ മേടിച്ചതിന്റെ സന്തോഷത്തിൽ സച്ചിയെ കൂട്ടിക്കൊണ്ട് ബാറിലേക്ക് ചെന്നിരിക്കുകയാണ് വിജയകുമാർ സാറും അനൂപും കൂടെ മറ്റു നേതാവും. ഈ ഒരു സമയത്ത് നമ്മുടെ അനൂപ് സച്ചിനോട് മദ്യപിക്കാനൊക്കെ ആയിട്ട് പറയുന്നുണ്ടെങ്കിലും സച്ചി മദ്യപിക്കാൻ തയ്യാറല്ല എന്നൊക്കെ പറയുന്ന നേരത്ത് മദ്യപിക്കാൻ ഇഷ്ടമില്ലാത്തവരെ ഒരിക്കലും നിർബന്ധിക്കാൻ പാടില്ല അനൂപ്, അവരവരുടേതായ രീതിക്ക് വെറുതെ വിടണം, നീ ഇതേ സച്ചിയെ കണ്ടുപിടിക്കുക എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അനൂപിനെ കൂട്ടിക്കൊണ്ട് അവരകത്തേക്ക് കയറിപ്പോവാണ്. ഇതേ സമയം തന്നെ സച്ചിയാകട്ടെ തന്റെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തതിൽ എന്തൊരു പ്രശ്നം ഉണ്ടാവുമോ എന്നൊക്കെ നോക്കിയതിന് ശേഷം കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരിക്കും, ഇവിടെ തന്നെ പാർക്ക് ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് വണ്ടിയുടെ ഉള്ളിലേക്ക് കയറി കടന്നതിന് ശേഷം ഒരു പാട്ട് വെക്കുകയാണ്. പാട്ട് വെക്കുന്ന സമയത്ത് കള്ളുമായി ബന്ധപ്പെട്ട പാട്ടായതുകൊണ്ട് ഓഫ് ചെയ്തതിന് ശേഷം സച്ചി മനസ്സ് ചിന്തിക്കുകയാണ്, എവിടെ തിരിഞ്ഞു നോക്കിയാൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യമാണ്, ബാക്കിയുള്ളവരെ നന്നാവാന്ന് വിചാരിച്ചാൽ സമ്മതിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് സച്ചി ഒന്ന് പതുക്കൊന്ന് മയങ്ങി പോവുകയാണ്. ഇതേ സമയം തന്നെ ശ്രീകാന്ത് റെസ്റ്റോറൻറ്റിൽ തൻ്റെ സുഹൃത്തുമായിട്ട് ഇങ്ങനെ ഫുഡിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് വർഷ അങ്ങോട്ടേക്ക് വരുന്നത്. വന്ന ഉടനെ തന്നെ വർഷ പറയുന്നത്, ശ്രീകാന്ത് എനിക്കൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ട് എന്ന് പറയുന്ന സമയത്ത് എന്ത് പറ്റി വർഷ, വീട്ടിലാർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടായോ എന്ന് ചോദിക്കുന്നുണ്ട്. അതല്ല ശ്രീകാന്ത്, നമുക്കിപ്പോൾ തന്നെ ഒരു കുഞ്ഞ് വേണം, ഇപ്പം തന്നെ കുഞ്ഞിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമുക്ക് എടുക്കണം എന്നൊക്കെയാണ് വർഷ പറയുന്നത്. കേൾക്കുമ്പോഴത്തേക്കും റെസ്റ്റോറൻറ്റിലുള്ള എല്ലാവരും തന്നെ ശ്രീകാന്തിനെ വർഷയെ നോക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ശ്രീകാന്ത് വർഷയും കോഴിക്കോട് റൂമിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എന്താണ് വർഷ, നിനക്കിപ്പോൾ എന്താ കാര്യം, ഇപ്പം എന്താ നിനക്ക് കുഞ്ഞിനെ പറ്റി പറയുന്നതെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് എനിക്കിപ്പോൾ ഒരു കുഞ്ഞിനെ വേണം ശ്രീകാന്ത്, ഞാനിന്ന് ഡബ് ചെയ്തത് പിള്ളേരുടെ സീരിയലായിരുന്നു, അതിനകത്ത് ക്യൂട്ടായിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്കിപ്പോൾ തന്നെ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് എടുക്കണം എന്നൊക്കെ പറയുന്ന സമയത്ത് നന്നായി, നീ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഡബ് ചെയ്തു, വല്ല ഹൊറർ സിനിമയാണ് ഡബ് ചെയ്തെങ്കിൽ നിനക്ക് ഇപ്പം തന്നെ പ്രേതത്തിനെ കാണണമെന്ന് പറഞ്ഞേനെ, നീ എന്താ പക്ഷേ ഇങ്ങനെ പറയുന്ന, ഫുഡ് ഡെലിവറി ചെയ്യുന്ന പോലെയല്ല ഇതിന് 10 മാസം വെയിറ്റ് ചെയ്താൽ മാത്രമേ ഈ ഡെലിവറി നടക്കുകയുള്ളൂ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതൊക്കെ എനിക്കറിയാം, എന്തായാലും നമ്മൾ ഇപ്പം തന്നെ പ്ലാൻ ചെയ്താലല്ലേ 10 മാസം കഴിയുമ്പോഴത്തേക്കും ഒരു കുഞ്ഞ് കൈ കിട്ടുകയുള്ളൂ, നമുക്ക് ഇപ്പം തന്നെ പോകാം, ഇപ്പം തന്നെ ലീവ് എടുക്കാമെന്നൊക്കെ ഇങ്ങനെ വർഷയുടെ ശ്രീകാന്ത് പറയുന്ന സമയത്ത് നീ സീരിയസ് ആയിട്ട് പറയുകയാണോ എന്ന് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്. അതേ, ഞാൻ സീരിയസ് ആയി തന്നെ പറയുകയാണെന്ന് വർഷ മറുപടി പറയുന്ന സമയത്ത് അതെങ്ങനെ ശരിയാകും വർഷ, ഇപ്പം നമുക്കൊരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പതുക്കെ ലൈഫൊക്കെ ഒന്ന് സെറ്റായി തുടങ്ങണേയല്ലേ ഉള്ളൂ, ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ കാര്യം ആര് ശ്രദ്ധിക്കുമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് റെസ്റ്റോറൻറ്റിൻ്റെ ഉടമ പുറത്ത് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവർ തമ്മിലിങ്ങനെ സംസാരം അദ്ദേഹം പുറത്തുനിന്ന് കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. എന്നാൽ ഇതൊന്നും തന്നെ വർഷയും ശ്രീകാന്തും കാണുന്നില്ല കേട്ടോ. വർഷ പറയുന്നുണ്ട്, നമുക്ക് കുഞ്ഞിനെ ഡേ കെയറിലാക്കാമെന്നൊക്കെ പറയുന്ന സമയത്ത് അതെങ്ങനെ ശരിയാവും, കുഞ്ഞിനെ ഡേ കെയറിലാക്കണമെങ്കിൽ അതിനൊരു പ്രായം വേണം, അതുവരെ ആര് നോക്കുമെന്ന് പറയുമ്പോഴത്തേക്കും ഒരു ദിവസം ഞാൻ ലീവ് എടുക്കുവാണെങ്കിൽ പിറ്റേ ദിവസം നീ ലീവ് എടുക്കണം, അങ്ങനെ കുഞ്ഞുങ്ങളെ മാറി മാറി നമുക്ക് നോക്കാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ വർഷ പറയുന്നുണ്ട്. അതൊന്നും നടക്കില്ല വർഷ, കുട്ടി വലുതായി വരുന്നവർ നമ്മുടെ പ്രാരാബ്ദം കൂടാതെ മാത്രമല്ല കുഞ്ഞിനെ ഡേ കെയറിലൊക്കെ കൊണ്ടുവയ്ക്കാന്ന് പറഞ്ഞാൽ വീട്ടിലെ അമ്മയ്ക്കൊന്നും ഇഷ്ടമാവില്ല, കുഞ്ഞ് നിന്റെ മാത്രമല്ലല്ലോ എൻ്റെയും കൂടെ കൂടി കുഞ്ഞല്ലേ എന്നൊക്കെ ശ്രീകാന്ത് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ റെസ്റ്റോറൻറ്റ് ഓണർ വന്നിട്ട് പറയുന്നുണ്ട്, ശ്രീകാന്ത് നിനക്ക് കുട്ടിയുള്ള കാര്യം ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും സാർ കുട്ടി ഉണ്ടായില്ല, കുട്ടി ഉണ്ടാവുന്നതിന് മുന്നുള്ള കാര്യമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് വർഷ പറയുകയാണ്. ഈ ഒരു സമയത്ത് റെസ്റ്റോറൻറ്റ് ഓണർ ഒന്ന് പതറുന്നുണ്ട്, കാരണം വരാൻ പോകുന്ന കുഞ്ഞിനെ പറ്റിയാണ് ഇവർ സംസാരിക്കുന്നതെന്ന് അറിഞ്ഞുകൊണ്ടേ വേഗം തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, വരാനുള്ള കുഞ്ഞിനെ കുറിച്ചായിരുന്നു ഇത്രയും ചർച്ച നടന്നത്, അതൊക്കെ ഇപ്പൊ പറയേണ്ട കാര്യമാണ് ശ്രീകാന്ത്, അതിനൊക്കെ ഓരോ സമയം കാര്യങ്ങളൊക്കെ ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് സാർ അതിന് വേണ്ടിയിട്ട് സമയം ശ്രീകാന്തിന് കൊടുത്താലും മതി, സാർ ഇന്ന് ശ്രീകാന്തിന് ലീവ് കൊടുക്കുക എന്ന് വർഷ പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കും ശ്രീകാന്ത് വേഗം പറയുന്നുണ്ട്, വർഷ നീ ഒന്നും മിണ്ടാതിരിക്കുക, വീട്ടിലേക്ക് പോകും, ബാക്കി കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ വന്നിട്ട് തീരുമാനിക്കാം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എന്തായാലും വേണ്ടില്ല എനിക്കൊരു കുഞ്ഞ് വേണമെന്ന് പറഞ്ഞിട്ടാണ് വർഷ അവിടെ നിന്ന് പോകുന്നത്. വർഷ പോയതിന് തൊട്ട് പിന്നാലെ തന്നെ റെസ്റ്റോറൻറ്റ് ഓണർ പറയുന്നുണ്ട്, എന്താ ശ്രീകാന്ത് ഇങ്ങനെ, നിങ്ങൾ ഇപ്പം തന്നെ ഒരു കുഞ്ഞിന് വേണ്ടി തയ്യാറെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ ലൈഫ് സെറ്റായി തുടങ്ങുന്നല്ലേ ഉള്ളൂ, എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചിട്ട് എടുത്താൽ മതി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിന്ന് പോവുകയാണ്. ശ്രീകാന്താണ് ആകെ ചമ്മി നാണം കെട്ടി നിൽക്കുകയാണ് കേട്ടോ. ഇതേ സമയം സച്ചിയാകട്ടെ വണ്ടിയിൽ നിന്ന് മയക്കമെഴുത്തതിന് ശേഷം ഇത്രയും നേരമായിട്ട് ഇവർ വന്നില്ലല്ലോ, ഇവരെന്താ വരാത്തത് എന്നും പറഞ്ഞുകൊണ്ട് കാറിന് പുറത്തേക്ക് ഇറങ്ങി നിന്നതിന് ശേഷം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഒരു കോള് വരുന്നത്. അത്യാവശ്യം നല്ല ദൂരത്തേക്കുള്ള ഒരു ഓട്ടം ആയതുകൊണ്ട് തന്നെ സച്ചി ഓട്ടം വരാമെന്ന് സമ്മതിക്കുക കേട്ടോ. അതിനുശേഷം ഓട്ടം വന്ന വ്യക്തികൾ, അതായത് അനൂപിനെയും കൂട്ടരെയും കൊണ്ടാണല്ലോ വന്നത്, അവരോട് പറഞ്ഞിട്ട് പോകാതിരിക്കുന്ന മോശമാണല്ലോ എന്ന് കരുതിക്കൊണ്ട് തന്നെ സച്ചി അകത്തേക്ക് കയറി ചെല്ലുന്ന സമയത്ത് അതേ ബാറിൽ തന്നെ ആന്റണി ഉണ്ടാവും കേട്ടോ. സച്ചി വരുന്ന കാണുമ്പോൾ തന്നെ ആന്റണി തന്റെ സുഹൃത്തുക്കളോടായിട്ട് പറയുന്നുണ്ട്, ഇവനെന്താ ഇവിടെ എന്ന് ചോദിക്കുന്ന സമയത്ത് ബാറിൽ വരുന്ന എന്തിനാ മദ്യപിക്കാനായിരിക്കുമെന്ന് സുഹൃത്ത് മറുപടി പറയുന്നുണ്ട്. വന്ന ഉടനെ തന്നെ സച്ചി അനൂപിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്ക് അനൂപ് പറയുന്നുണ്ട്, നീ വന്നോ സച്ചി, എനിക്ക് അറിയാമായിരുന്നു നീ വരുമെന്ന്, അത്ര പെട്ടെന്ന് നിനക്ക് അങ്ങനെ മാറാൻ പറ്റുകയില്ലല്ലോ, കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് എന്നൊക്കെ ഇങ്ങനെ അനൂപ് പറയുന്ന സമയത്ത് ഞാൻ മദ്യപിക്കാൻ വന്നല്ല, എനിക്ക് അത്യാവശ്യമായിട്ട് സാറിനൊന്ന് കാണണമായിരുന്നു, സാർ എവിടെ പോയി എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മളെ നേതാവുണ്ടല്ലോ മദ്യപിച്ച് കഴിഞ്ഞാൽ ഭാര്യയോട് മാത്രമേ സംസാരിക്കുള്ളൂ, അദ്ദേഹം ഭാര്യയോട് സംസാരിക്കാൻ പോയിരിക്കുകയാണ്, ഇപ്പോൾ വരും സച്ചിൻ്റെ നീ ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞത് സച്ചിയാണ് നിർബന്ധിച്ച് തന്നെ ഇരുത്താണ്. ഇതേ സമയം തന്നെ ആനണി തന്റെ കൂട്ടാളികളോടായിട്ട് പറയുന്നുണ്ട്, അവർ തമ്മിൽ എന്താ സംസാരിക്കുന്നതെന്ന് കേട്ട് നോക്ക്, എന്നിട്ട് വേണം ബാക്കി പദ്ധതികളെ കുറിച്ച് പ്ലാൻ ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്
ഇദ്ദേഹത്തിന് സച്ചിൻ നിൽക്കുന്നിടത്തേക്കിട്ട് പറഞ്ഞു വിടാൻ കേട്ടോ. ആ ഒരു സമയം തന്നെയാണ് അനൂപ് ചോദിക്കുന്നത്, നീ എന്താ ഇപ്പൊ ഈ ഒരു സമയത്ത് ഇങ്ങോട്ടേക്ക് വന്ന സമയത്ത് സച്ചി പറയുന്നുണ്ട്, എനിക്ക് അത്യാവശ്യമായിട്ടൊരു ഓട്ടം വന്നിട്ടുണ്ട്, കുറച്ചധികം ദൂരത്തേക്കാണ്, നിങ്ങൾ എല്ലാ പരിപാടിയൊക്കെ സെറ്റായി കഴിയുമ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞാൽ മതി, എനിക്കറിയാവുന്ന ഡ്രൈവർ ഇങ്ങോട്ടേക്ക് വിട്ടേക്കാം എന്നൊക്കെ ഇങ്ങനെ സച്ചി പറയുന്നത് കേൾക്കുമ്പോഴത്തേക്ക്, നീ എന്തായാലും ഓട്ടം വന്നതാണ്, നീ എന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്യേ, വിജയകുമാർ സാർ എന്തായാലും പറ്റാം അദ്ദേഹത്തോട് പറഞ്ഞിട്ട് നീ പൊയ്ക്കോളാനായിട്ട് അനൂപ് പറയുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം തന്നെ പുറകിൽ മാറി നിന്നുകൊണ്ട് ആന്റണിയുടെ സുഹൃത്ത് കേൾക്കുവാണ് കേട്ടോ. അയാൾ ഉടനെ തന്നെ ആന്റണിയുടെ അടുത്ത് നിന്നിട്ട് ഇങ്ങനെ സച്ചി മദ്യപിക്കാൻ വന്നതല്ല, ഒരു ഓട്ടം വന്നതാണ്, ഇവരുടെ യാത്ര പറഞ്ഞിട്ട് ദൂരത്തേക്ക് ഒരു ഓട്ടം പോകാൻ വന്നതാണ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആനന്ദ് പറയുന്നുണ്ട്, ഇവന്റെ ഭാര്യ രേവതി ഉണ്ടല്ലോ, അവൾ എന്നെപ്പറ്റി എന്തൊക്കെയാ പറഞ്ഞത്, ഞാൻ മുഴുക്കുടിയനാണെന്നാണ് പറഞ്ഞത്, താന്തോന്നിയാണെന്നാണ് പറഞ്ഞത്, അതിനെല്ലാം തന്നെ അവൾക്ക് തിരിച്ചടി കൊടുക്കണമെന്നാണ്, ഇത് തന്നെയാണ് നല്ലൊരു അവസരം എന്ന് പറയുമ്പോഴത്തേക്കും അതിന് സച്ചി മദ്യപിക്കുന്നില്ലല്ലോ എന്ന് കൂടെ നിൽക്കുന്ന സുഹൃത്ത് ചോദിക്കുന്നുണ്ട് ആന്റണിയോട്. മദ്യപിക്കേണ്ട, അവൻ ബാറിൽ കയറി വന്നല്ലോ, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ സെറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് ആന്റണി തന്റെ ഫോണിൽ സച്ചിയുടെ വീഡിയോ പിടിക്കാണ്ടോ. അപ്പോൾ ഈ ഒരു സമയം തന്നെ വിജയകുമാർ സാർ അങ്ങോട്ടേക്ക് വരുന്നത്. വന്ന ഉടനെ തന്നെ വിജയകുമാർ സാർ അനൂപിനോടായിട്ട് പറയുന്നുണ്ട്, അനൂപ് നീ ഇപ്പോൾ ഒരു റം മേടിച്ചുകൊണ്ട് വരാൻ പറയുകയാണ് കേട്ടോ. അങ്ങനെ അനൂപ് റമ്മൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് കുപ്പി പൊട്ടിക്കാൻ നോക്കുന്ന സമയത്ത് നടക്കുന്നില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ മറ്റേ നേതാവ് പറയുന്നുണ്ട്, നീ എന്ത് കുടിയനാണ് അനൂപേ, ഒരു കുപ്പി പോലും നിനക്ക് മതിയൊക്കെ പൊട്ടിക്കാൻ അറിയില്ലല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് സച്ചി വേഗം എന്ന് പറയുന്നുണ്ട്, ഞാൻ പൊട്ടിച്ച് തരാമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു കുപ്പിയുടെ മൂടി നമ്മുടെ സച്ചി എൻ്റെ അടുത്ത് മാറ്റി കൊടുക്കുന്നത്. ഈ ഒരു സമയത്ത് മറ്റേ നേതാവ് പറയുന്നത്, സച്ചി നീ മദ്യപിക്കുകയെങ്കിലും ചെയ്യരുത്, ഇതെങ്കിലും കഴിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മിച്ചർ സച്ചിയുടെ കയ്യിലേക്ക് കൊടുക്കാണ്. സച്ചി ഒന്നും എതിർത്ത് പറയാതെ തന്നെ ആ ഒരു മിച്ചർ മേടിച്ചതിന് ശേഷം തൊട്ടിപ്പുറത്തെ കസാരയിൽ വന്നിരിക്കുകയാണ്. അതിനുശേഷം മിച്ചർ കഴിക്കുന്ന കൂട്ടത്തിൽ തന്നെ അവിടെ ഇരുന്നൊരു കുപ്പി, ആ ഒരു കുപ്പി എന്ത് ബ്രാൻഡാണെന്ന് അറിയാനായിട്ട് സച്ചി ഇങ്ങനെ മുകളിലേക്ക് പൊക്കിയൊക്കെ നോക്കുന്നൊക്കെയുണ്ട്. ആ ഒരു വീഡിയോ എല്ലാം തന്നെ ആന്റണി ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം സച്ചിൻ നേരെ എഴുന്നേറ്റ് ചെന്നിട്ട് ഈ നേതാവിനോടായിട്ട് പറയുന്നുണ്ട്, സാർ എനിക്ക് അത്യാവശ്യമായിട്ടൊരു ഓട്ടം പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു, അത് പറയാനായിട്ടാണ് ഞാൻ വന്നത്, നിങ്ങളുടെ ഈ ഒരു ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്നോട് പറഞ്ഞാൽ മതി, എൻ്റെ സുഹൃത്തുക്കളെ ഞാൻ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിടാമെന്നൊക്കെ ഇങ്ങനെ സച്ചി പറയുന്ന സമയത്ത്, സച്ചി നിനക്ക് നേരത്തെ പറയാൻ പാടില്ല, നീ എന്തായാലും പോയിക്കോ, അനൂപേ സച്ചിയുടെ പൈസ കൂടാതെ ഒരു 500 രൂപയുടെ എക്സ്ട്രാ കൊടുത്തോളാനായിട്ട് പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ സച്ചി പറയുകയാണെങ്കിൽ എനിക്ക് വേണ്ട 500 രൂപ ഒന്നും വേണ്ട, എനിക്ക് കൃത്യം പൈസ തന്നെ മതി എന്ന് സച്ചി പറയുമ്പോഴത്തേക്കും, നിന്റെ ചേട്ടനല്ലാണ് ഞാൻ, ചേട്ടൻ തന്നെ പൈസ നീ മേടിച്ചേ മതിയാവുള്ളൂ എന്ന് വിജയകുമാർ സാർ പറയുകയാണ് കേട്ടോ. അങ്ങനെ സച്ചി വളരെയധികം സന്തോഷത്തോട് തന്നെ പോകാനിരുങ്ങുന്ന സമയത്താണ് സച്ചിക്ക് തൊട്ടിപ്പുറത്തിരുന്ന ആളും എഴുന്നേക്കുന്നത്. അങ്ങനെ സച്ചി അദ്ദേഹം തമ്മിൽ കൂട്ടിമുട്ടുന്നുണ്ട്. സച്ചി തെറിച്ച് വീഴാനൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. അതിനുശേഷം ഇദ്ദേഹത്തോട് സോറി പറഞ്ഞിട്ട് സച്ചി പുറത്തേക്ക് പോവാണ്. ഈ ഒരു സമയത്ത് ആന്റണി വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് സുഹൃത്തിനോടായിട്ട് പറയുന്നുണ്ട്, അവൻ പുറത്തേക്ക് പോയി അവൻ കാറിൽ കയറി ഡ്രൈവ് ചെയ്ത് പോകുന്നത് വരെയുള്ള എല്ലാ വീഡിയോകളും പകർത്തണം, അതിനുശേഷം മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന കാർ ഡ്രൈവർ എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യണം. വീഡിയോ എന്തായാലും ആൾക്കാർ കണ്ടോളും, എന്തായാലും കാറിന് ചെകഞ്ഞുകൊണ്ട് ആരും തന്നെ വരികയില്ല, അവന്റെ ഡ്രൈവിംഗ് തൊഴിൽ അതോടുകൂടി അവസാനിക്കും, മാത്രമല്ല അവന്റെ ഭാര്യ രേവതിയുടെ അഹങ്കാരം കുറച്ച് കുറയുമെന്നൊക്കെ ഇങ്ങനെ ആന്റണി പറയുകയാണ്. അങ്ങനെ സച്ചി പോയതിന് തൊട്ട് പിന്നാലെ തന്നെ ആന്റണിയുടെ കൂട്ടാളി സച്ചി പോകുന്ന വഴിക്കുള്ള വീഡിയോ ഒക്കെ പിടിക്കാണ്ട്, പോകുന്ന വഴിക്ക് സച്ചി ഒന്ന് വീഴാൻ പോകുന്നുണ്ട്, മാത്രമല്ല വണ്ടി എടുത്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് മറ്റൊരു വണ്ടിയെ മാറ്റി കൂട്ടിമുട്ടാനൊക്കെ ആയിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു വീഡിയോ എല്ലാം തന്നെ കൃത്യമായി തന്നെ ഈ ഒരു ആന്റണിയുടെ കൂട്ടാളി പിടിച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ സച്ചി പോയി കഴിയുമ്പോൾ തന്നെ ഈ ഒരു ഫോൺ ആന്റണിയുടെ കയ്യിലേക്ക് കൊണ്ടു കൊടുത്തിട്ട് ആന്റണി പറയുന്നുണ്ട്, ഇത് മതി, ഈ ഒരു വീഡിയോ വെച്ച് വേണം എനിക്ക് അവനെക്കെട്ടും അവന്റെ ഭാര്യക്കെട്ടുമായിട്ടൊരു പണി കൊടുക്കാനെന്നൊക്കെ ഇങ്ങനെ ആന്റണി പറയുകയാണ് കേട്ടോ. ഇതേ സമയം തന്നെ രേവതി ലക്ഷ്മിയെ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ലക്ഷ്മി പറയുന്നത്, ഒരുപാട് പൂക്കൾ കെട്ടിത്തീർക്കാനുണ്ട് മോളെ, നീ എന്തിനാ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് അമ്മയുടെ റെസ്റ്റ് എടുത്ത് ഞാനും ദേവഗുണം കൂടി പൂക്കൾ തുന്നി തീർത്തോളാം എന്ന് പറയാം കേട്ടോ. അങ്ങനെ രേവതി തന്നെയാണ് അമ്മയ്ക്ക് ഭക്ഷണവും അതുപോലെ മരുന്നും ഒക്കെ കൊടുക്കുന്ന ആ ഒരു സമയത്താണ് ശരത്ത് അങ്ങോട്ടേക്ക് വരുന്നത്. വന്ന ഉടനെ തന്നെ ശരത്ത് ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ തന്നെ രേവതി ചോദിക്കുന്നുണ്ട്, ശരത്തെ നിന്റെ കയ്യിൽ ഇത്ര വലിയ ഫോൺ എവിടെന്നാ, നിനക്ക് ഇതിന് മാത്രം പൈസ എവിടെന്നാ എന്ന് ചോദിക്കുന്ന സമയത്ത് ഞാനിപ്പോൾ ജോലിക്ക് പോകുന്നുണ്ട്, എൻ്റെ കയ്യിൽ അത്യാവശ്യം പണവുമുണ്ട് എന്നൊക്കെ ഇങ്ങനെ ശരത്ത് പറയുകയാണ്. ഇതേ സമയം തന്നെയാണ് ദേവു അങ്ങോട്ടേക്ക് വരുന്നത്. വന്ന ഉടനെ തന്നെ ദേവു പറയുന്നത്, ബാഗുമായിട്ട് രാവിലെ പോകുന്നുണ്ട്, ഇനി പഠിക്കാനാണോ എന്ന് ആർക്കറിയാമെന്നൊക്കെ പറയുന്ന സമയത്ത് ശരത്ത് ഒന്നും തന്നെ മിണ്ടുന്നില്ല കേട്ടോ. അതിനുശേഷവും രേവതി ശരത്തിനോടായിട്ട് ആന്റണിയുമായിട്ടുള്ള കൂട്ടുകെട്ട് മതിയാക്കുക, അവൻ അത്ര നല്ലവനല്ല, അവൻ വെള്ളം അടിച്ച് നടക്കുന്നവനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആന്റണിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോഴത്തേക്ക് ശരത്ത് വേഗം, എന്തായാലും ചേച്ചിയുടെ ഹസ്ബൻഡ് അത്ര വലിയ കുടിയൊന്നുമല്ല എൻ്റെ ആന്റണി ചേട്ടൻ എന്ന് ശരത്ത് പറയുമ്പോഴത്തേക്കും രേവതിക്ക് ദേഷ്യം ഇറക്കാനാവുന്നില്ല. രേവതി വേഗം ശരത്തിന്റെ അടുത്ത് വന്ന് ദേഷ്യപ്പെടുകയാണ്. ഇത് കാണുന്ന സമയത്ത് ശരത്ത് വേഗം പറയുന്നുണ്ട്, ഞാൻ കള്ളത്തരമല്ല പറയുന്നത്, ഞാനായിട്ട് പറയുന്നില്ല, ഈ ലോകം മുഴുവൻ ഇപ്പൊ ഇദ്ദേഹത്തെക്കുറിച്ചായിരിക്കും ചർച്ച ചെയ്യുന്നത്, ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആന്റണി അയച്ച ഒരു വീഡിയോ രേവതിന് കാണിച്ചു കൊടുക്കുകയാണ്. സച്ചി ബാറിലേക്ക് കയറുന്നതും കുപ്പി പൊട്ടിക്കുന്നതും കുപ്പി മുകളിലേക്ക് പിടിച്ച് നോക്കുന്നതുമായിട്ട് എല്ലാ വീഡിയോയും കണ്ടുകൊണ്ട് ആകെ പതറി നിൽക്കുന്ന രേവതിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.